ഇന്റർനാഷണൽ ഫിനാൻസിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് സെഗ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബൗണ്ടറി, ഒരു കൺട്രിയുടെ ബൗണ്ടറിക്ക് അപ്പുറത്ത് അക്രോസ് ബൗണ്ടറീസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയും, അല്ലെ? സോ ഇവിടെ നമ്മൾ തന്നെയാണ് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം ലെൻഡേഴ്സ് ടു ബോറോവേഴ്സ്. ആർക്കാണോ സർപ്ലസ് ആയിട്ട് ഫണ്ട് ഉള്ളത്, അതായത് അധികം ഫണ്ട് ആർക്കാണോ ഉള്ളത്, അവരെന്ത് ചെയ്യുന്നു? ഡെഫിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്മിയായിട്ട് ഫണ്ട് ഉള്ളവർക്ക് അത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം ആണ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് ഫ്രം ലെൻഡേഴ്സ് ടു ബോറോവേഴ്സ്. ലെൻഡേഴ്സ് ബോറോവേഴ്സിന് എന്ത് ചെയ്യാണ്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ഇത്തരത്തിൽ ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ട്? എൻഗേജ് ചെയ്യുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏജൻസീസ് ആണ് ഇത്തരത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫറിന് എന്ത് ചെയ്യുന്നത്? ഒരു ഇന്റർമീഡിയറി ആയിട്ട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലൂടെയാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്? ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. യെസ്, അപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റുകൾ ബയേഴ്സും സെല്ലേഴ്സും ഫിനാൻഷ്യൽ അസറ്റുകൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അസറ്റുകൾ എന്ന് പറഞ്ഞു. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ആയിരിക്കാം, ബോൺസ് ആയിരിക്കാം, കറൻസീസ് ആയിരിക്കാം, കമോഡിറ്റീസ് ആയിരിക്കാം, ഡെറിവേറ്റീവ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ മറ്റ് സം അതർ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കാം. അപ്പൊ അതെല്ലാം ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് മാർക്കറ്റ് പ്ലേസ് ഇൻ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ട്രേഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്ക്, ബോൺസ്, കറൻസീസ്, കമോഡിറ്റീസ്, ഡെറിവേറ്റീവ്സ് എക്സെട്ര അക്രോസ് നാഷണൽ ബോർഡേഴ്സ്. നാഷണൽ ബോർഡേഴ്സിന് അക്രോസ് ആയിട്ട്, അതിന് അപ്പുറത്ത്, നാഷണൽ ബോർഡേഴ്സിന് അപ്പുറത്ത് നമ്മൾ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് ആയി മാറുന്നത്. Then what are the motives for the internationalization of financial transactions? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇത്തരത്തിൽ ഇന്റർനാഷണലൈസ് ചെയ്യുന്നതിൻ്റെ, അതായത് നാഷണൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മോട്ടീവ്സ് എന്തൊക്കെയാണ്? ഇന്റർനാഷണൽ ഫിനാൻസിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ, മോട്ടീവ്സ് എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അക്രോസ് ബൗണ്ടറീസ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റുകളാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റുകളിലുള്ള ഒരു ഡിഫറൻസസ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യാൻ കിട്ടാൻ വേണ്ടി, ആ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ദെൻ അതേപോലെ ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ. നമുക്കറിയാം ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ റിസ്ക് എലമെന്റിനെ റിഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അവന്യൂസിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് നമ്മൾ ഹെൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് എന്താണ്? കമ്പാരിറ്റീവ്ലി ലോ ആണ്. സോ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്ക് റിഡ്യൂസ് ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക, അതൊക്കെയാണ് പൊതുവെ അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ഓഫ് കോഴ്സ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഇക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. Then the fourth one, exchange rate fluctuations. എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ്, അതൊന്നും എന്ത് ചെയ്യാം? കൺട്രീസിന് ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിന്റെ പിന്നിലുള്ള മോട്ടീവ്സ്? ഇൻട്രസ്റ്റ് റേറ്റുകളുടെ ആ ഒരു ഡിഫറൻസസ് അതിനെ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുക, ഒരു ഇക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആക്കുക, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് നിന്ന് ബെനിഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് ഇന്റർനാഷണൽ ഫിനാൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ഫണ്ട്?
എവിടെ നിന്നൊക്കെയാണ് ഇന്റർനാഷണൽ ഫണ്ടുകൾ കിട്ടുന്നത്, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആർക്കാണോ സർപ്ലസ് ആയിട്ട് ഫണ്ട് ഉള്ളത് അവരിൽ നിന്ന് ഡെഫിസിറ്റ് ആയിട്ടുള്ളവർക്കാണ് പോണത്. ദാറ്റ് മീൻസ് പ്രൊവൈഡേഴ്സ് സീക്കേഴ്സിലേക്ക്, ലെൻഡേഴ്സ് ബോറോവേഴ്സിലേക്ക്, അങ്ങനെയാണ് ഫണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലൊരു ഫണ്ട് അത് കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേനും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏജൻസീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഏജന്റുകൾ ഉണ്ട്, ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് ത്രൂ ആണ് ഇത്തരത്തിലെ ഇന്റർനാഷണൽ ഫണ്ടുകൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. Then the financial institutions or agencies that serves as a sources of international fund. ഇത്തരത്തില് ഇന്റർനാഷണൽ ഫണ്ടുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ അതിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് സെർവ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏജൻസീസ് എന്ന് പറയുമ്പോൾ അതിൽ മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് വരും, മൾട്ടിലാറ്ററൽ ഡെവലപ്മെന്റ് ഏജൻസീസ് വരും, ഗവൺമെന്റ് വരും, ഗവൺമെന്റിന്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റ് ഏജൻസീസ് വരും, ഇന്റർനാഷണൽ ബാങ്കുകൾ അതിലൊരു ഭാഗമാക്കാവും, ദെൻ സെക്യൂരിറ്റി മാർക്കറ്റ്. ഇവിടെ നിന്നൊക്കെയാണ് ഇന്റർനാഷണൽ ഫണ്ടുകൾ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യാൻ പറ്റുന്നത്. യെസ്, അപ്പൊ ഇതൊക്കെയാണ് ഇന്റർനാഷണൽ ഫണ്ടിന്റെ ഡിഫറെന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ സെഗ്മെന്റ്സ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ വേരിയസ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഏതാണെന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു ഗ്ലോബലി അല്ലെങ്കിൽ ഇന്റർനാഷണലി ഫണ്ടുകളെ ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ലക്ഷ്യം. അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യലാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫണ്ട് എന്ന് പറയുന്നത് മേ ബി ഓണർഷിപ്പ് ഫണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട് ആയിരിക്കാം. ഇപ്പോൾ ഓണർഷിപ്പ് ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ അത് ഓണർഷിപ്പ് ഫണ്ടാണ്. ഞാൻ വേറെ എവിടെന്നെങ്കിലും ബോറോ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് ഡെറ്റ് ഫണ്ടാണ്. സോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യപ്പെടുന്ന ഫണ്ട് മേ ബി ഡെറ്റ് ഫണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഓണർഷിപ്പ് ഫണ്ട് ആയിരിക്കാം. ദെൻ അത് ഗ്ലോബലി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവരിൽ നിന്ന് സെക്യൂഴ്സിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ദെൻ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഫണ്ടുകൾക്ക് എല്ലാറ്റിനും ഒരേ മെച്യൂരിറ്റി ആണോ? ഓഫ് കോഴ്സ് അല്ല, ഡിഫറെന്റ് മെച്യൂരിറ്റി പീരീഡ്സ് ആയിരിക്കും. ഷോർട്ട് ടേം മെച്യൂരിറ്റി ഉള്ളത് ഉണ്ടായിരിക്കാം, മീഡിയം ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫണ്ടുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ലോങ് ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫണ്ടുകളും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഹെഡ്, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ വാരിയസ് സെഗ്മെന്റ്സ് ഏതൊക്കെയാണുള്ളത്, അതിൽ 5ആയിട്ടാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 5 സെഗ്മെന്റുകളാക്കിയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സെക്കൻഡ് വൺ ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്, തേർഡ് വൺ ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്, ഫോർത്ത് വൺ ഇന്റർനാഷണൽ മണി മാർക്കറ്റ്, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇന്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. ഒന്നുകൂടി പറയാണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 5 സെഗ്മെന്റുകളാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ മണി മാർക്കറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ മാർക്കറ്റിനും വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതേപോലെ വാട്ട് ഈസ് ഇന്റർനാഷണൽ മണി മാർക്കറ്റ്, വാട്ട് ഈസ് ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് എടുത്ത് നോക്കണം, ഓരോന്നും എന്താന്നുള്ളത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത് പറയും. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്ന് സമ്മപ്പ് ചെയ്യാണ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് സെഗ്മെന്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ഇന്ന് തന്നിട്ടുള്ളൂ. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടിന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ലെൻഡേഴ്സ് നിന്ന് ബോറോവേഴ്സിലേക്ക്. അതായത് സർപ്ലസ് ആയിട്ട് ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലേക്ക് എത്തണം. ദെൻ ഇത്തരത്തില് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇന്റഗ്രൽ പാർട്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ബയേഴ്സും സെല്ലേഴ്സും അവിടെ ഫിനാൻഷ്യൽ അസറ്റുകളെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, കറൻസീസ് ആവാം, കമ്മോഡിറ്റീസ് ആവാം, ഡെറിവേറ്റീവ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ദെൻ എന്തിനാണ് ഇന്റർനാഷണലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ
ഇൻട്രസ്റ്റ് റേറ്റുകളുടെയും എക്സ്ചേഞ്ച് റേറ്റുകളുടെയൊക്കെ ആ ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസിനെ അതൊന്നൊരു ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആക്കാൻ, ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻസ് ചൂസ് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ ഫണ്ടുകൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഏജൻസീസിലൂടെയും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലൂടെയൊക്കെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പോർഷനാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 5ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ്, ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് ആൻഡ് ഇന്റർനാഷണൽ മണി മാർക്കറ്റ്, ഓൾസോ ഇന്റർനാഷണൽ ക്രെഡിറ്റ് മാർക്കറ്റ്. സോ ഇത്തരത്തിൽ 5ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അതിൽ എന്താ പറയുന്നതെന്ന് ഡീറ്റെയിൽ ആയി നോക്കും. ഓക്കെ, താങ്ക് യു.